തെരഞ്ഞെടുപ്പ് എല്ലാം ഭംഗിയായിട്ടാണ് കഴിഞ്ഞത്. സാമാന്യം നല്ല പോളിംഗ് ശതമാനം തന്നെയാണ് ഉള്ളത്. അപ്പോൾ ശതമാനത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടാവേണ്ട യാതൊരു കാര്യവും 18ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് തോന്നിയത്. ഇതിപ്പോൾ കണക്കുകളൊക്കെ കിട്ടിയപ്പോൾ എത്ര സീറ്റുകൾ? കണക്കൊന്നും കിട്ടിയില്ല. നല്ലൊരു പ്രാഥമികമായി വിലയിരുത്തേണ്ട ഇല്ല. പ്രാഥമികമൊന്നും ആയില്ല. നാളെ പറയാം. നല്ല പോലെ ജയിക്കും. പക്ഷേ BJP എങ്ങാനും കേരളത്തിൽ ഒരൊറ്റ സ്ഥലത്ത് ജയിക്കില്ല. തിരുവനന്തപുരത്ത് സാധ്യതയില്ല, തൃശ്ശൂരും സാധ്യതയില്ല. അതുകൊണ്ട് അതിൽ വേറെ പ്രയാസമൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം BJPയുടെ ഒരു വിലയിരുത്തലായിട്ട് അവർ പറയുന്നത് CPI മത്സരിച്ച 2 ജില്ലകൾ, അതായത് തിരുവനന്തപുരത്തും തൃശ്ശൂരും നല്ല വിജയപ്രതീക്ഷയുണ്ട്. അവിടെ CPM കാര്യമായി വർക്ക് ചെയ്തിട്ടില്ല, അവർ ജയിക്കണമെന്നുള്ളൊരു ആഗ്രഹമില്ല. അതുകൊണ്ട് ഞങ്ങൾക്കൊരു വലിയ പ്രതീക്ഷ. ഇതിനൊന്നും വലിയ ആയുസില്ലല്ലോ. അമ്മാതിരി ആരോപണങ്ങൾക്കൊന്നും വലിയ ആയുസില്ലല്ലോ. മാക്സിമം വന്ന് അടുത്ത 4-ാം തീയതി വരെയുള്ളൂ. അതുകൊണ്ട് അതിൽ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. ആ 2 സ്ഥലത്തും അവർ തൂക്കും. 2 സ്ഥലത്ത് ഇടതുപക്ഷ ജനത മുന്നണിക്ക് നല്ല വിജയസാധ്യതയാണ്. ജാവദേക്കർ കൂടിക്കാഴ്ച ഒന്നുമില്ല. മുഖ്യമന്ത്രിയെ പാർട്ടി ഉദ്ദേശിച്ചാണ്